ഭിക്ഷ എടുക്കുന്ന രീതിയിലാണ് ഇവിടുന്ന് കയറി പോകുന്നത്. ഭിക്ഷ എടുക്കുന്ന രീതിയിൽ മാർക്കറ്റ് ആർക്കും അറിയാൻ വയ്യ. അറിയാൻ വയ്യാത്തോണ്ട് ആരും കയറുന്നില്ല. ഒരു കോഴിക്കോടിനകത്ത് ഒരു മനുഷ്യൻ കയറുന്നില്ല, ഒരു കച്ചവടവും ഇല്ല. ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ നരയിക്കുമെന്ന് പറഞ്ഞാൽ ഇനി നരയിക്കാനൊന്നുമില്ല. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ മാർക്കറ്റിലാണ്. പഴയ മാർക്കറ്റ് അപ്പുറത്ത് വളരെ ശോചനീയാവസ്ഥ കിടക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ മാർക്കറ്റിൽ ഞാൻ എത്തിയപ്പോൾ പലർക്കും പല വിഷമങ്ങളും പറയാനുണ്ട്. ഇവിടെ കച്ചവടമില്ലെന്നാണ് ഇവിടുത്തെ കച്ചവടക്കാർക്ക് പറയാനുള്ളത്. നമുക്ക് അവരുടെ വിഷമങ്ങൾ കേൾക്കാം. പുതിയ ഈ മാർക്കറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നു. ഇപ്പോൾ ഒരു പണിയും അവിടെ നടന്നിട്ടുമില്ല, തുടങ്ങിയിട്ടുമില്ല. 8 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അവിടെ ഒരു ദിവസത്തെ പണി പോലും അവിടെ നടന്നിട്ടില്ല. ഞങ്ങൾ അന്നന്ന് ഇറങ്ങി വന്നിട്ട് ഭിക്ഷ എടുത്തുകൊണ്ട് തിരിച്ച് കയറി പോകുന്ന രീതിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു കച്ചവടം എന്ന് പറയുന്നത് 100 രൂപ പോലും വിൽക്കാത്ത സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വാടക ഇതുവരെയ്ക്ക് അവർ വന്നിട്ടില്ല. ഇനി എന്തുവാന്നുള്ളത് അറിയത്തില്ല. വാടകയ്ക്ക് കൂടെ വന്നാൽ അതിനെക്കാട്ടി കഷ്ടത്തില്ല. ഇനി പിന്നെ ഇവിടുന്ന് തിരിച്ചിറങ്ങി പോകാനേ ഒക്കത്തുള്ളൂ. വാടക കൊടുത്താൽ പിന്നെ ഞങ്ങൾ വാടക വെച്ചാൽ അടുത്ത ബ്ലേഡോ എല്ലാം കാര്യങ്ങൾ മേടിച്ചാണ് ഞങ്ങൾ വാടക കൊടുത്തിട്ട് ഇരിക്കുന്നത്. വാടകയ്ക്ക് പോകാൻ ഇറക്കി എന്തോ പറയണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലത്തെ സ്ഥിതി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുന്നതിന് തുല്യമായിട്ടിരിക്കുമോ. ആരും ഇതിനകത്തെങ്കിലും ആളൊന്നും കയറി വരത്തില്ല. അഥവാ മീനെങ്ങാനും ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് ഒരു മീൻ മേടിച്ചുകൊണ്ട് അവരെ പാട്ടിന് പോകും. അല്ലാതെ ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇവിടെ ആരും വരത്തില്ല. ഞങ്ങൾക്ക് ആ ഇരുന്ന സ്ഥലങ്ങൾ ഇനി തന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ പോയി അവിടെ ഇരുന്നോളാം, അതേ ഉള്ളൂ. പുതുക്കി തരണമെന്നാണോ? പുതുക്കി തന്നാലും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്ഥലം ഇനി തിരിച്ചു തന്നാൽ മതി. ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നോളാം. കച്ചവടങ്ങളൊന്നുമില്ല, ഉമ്മാതിനെ നോക്കിയിരിക്കുവോ, എന്തോ ചെയ്യാനാ. പുതിയ മാർക്കറ്റ് വരുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റിയത്. ഞങ്ങൾ 7 മാസത്തിനകത്ത് വെച്ച് അങ്ങോട്ട് കടയാക്കി തരാമെന്നാണ് പറഞ്ഞാൽ മാറ്റിയത്. ഇപ്പോൾ 7 മാസം കഴിഞ്ഞ് ഞങ്ങളിവിടെ കയറിയിട്ട് 8 മാസമായി. ഇതുവരെ അവിടെ ഒന്നും അനങ്ങിയിട്ട് പോലും ഇല്ല. വാടക എല്ലാം കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു വർഷത്തെ അടച്ച് ഈ മാർച്ച് 30-ാം തീയതിയുള്ള പൈസ നേരത്തെ അടച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നീ അടുത്തതിന് വന്നിട്ടില്ല ഇതുവരെ. 15-ാം തീയതി വരുന്നേ, മാർച്ച് 15-ാം തീയതി ആകുമ്പോൾ പേപ്പറും കൊണ്ടുവരുന്നത് ഇതുവരെ വന്നിട്ടില്ല. ആളൊന്നും വരുന്നില്ലെന്നാണോ? ഇല്ല, ഇപ്പം ചന്തയ്ക്കകത്ത് ഒരു മാർക്കറ്റിനകത്ത് ചന്തയാന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മാസം വെച്ച് പണി തരാതെ ഞങ്ങൾ പണി തരാതെ ഇപ്പോഴവർ മാർച്ച് 10-ാം തീയതി കൂടി ബില്ല് കൊണ്ടുവരും. ഈ വർഷം ബില്ലും ഇല്ല. ഞങ്ങൾ ആകെ കഷ്ടത്തിലാക്കുക. ഇപ്പം ബില്ലില്ലെന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന്. പുതിയ കെട്ടിടം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പുതിയ കെട്ടിടം വരുമെന്നും ഞങ്ങൾക്കിപ്പോൾ പ്രതീക്ഷയില്ല. ഇനി എന്തുവാണെന്നും സൂക്ഷിച്ച് അറിയത്തില്ല. ഇങ്ങോട്ട് മാറിയുകൊണ്ട് കച്ചവടം കുറവാണെന്നോ? കച്ചവടം ഇല്ല, കച്ചവടം വളരെ കുറവാണ്. അതിന് കാരണം എന്താ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്രണ്ടിലെ കടകൾ കൊടുത്തുകൊണ്ട് ഇവിടെ മാർക്കറ്റ് ആർക്കും അറിയാൻ വയ്യാത്തോണ്ട് ആരും കയറുന്നില്ല. അവിടെ വാതിൽ ഇരിക്കുന്ന കുറേ പേര് പറയും ഇവിടെ മാർക്കറ്റില്ല, അകത്തോട്ടൊന്നും ഇല്ലെന്ന് പറയും. അവർക്കുള്ള കടയിൽ നിന്നുള്ള സാധനം മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. 30-35 വർഷം കൊണ്ട് കച്ചവടം നടത്തി വരുന്നവരാണ് ഞങ്ങൾ. 6 മാസം കൊണ്ട് ഞങ്ങളെ പിന്നെ ഇവിടെ ഹൈടെക് ആക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റിയിട്ട് ഞങ്ങൾ നിലവിൽ പൈസ അടച്ച എല്ലാ ലൈസൻസും പൈസ എല്ലാം അടച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ മാറ്റിയിട്ട് ഇപ്പോൾ 8 മാസം ആകാൻ പോകുന്നു. ഇതുവരെയും ഒരു വകയും ആ സ്ഥലത്ത് ചെയ്തിട്ടില്ല. അവർ ഒരു ചെയർമാനോ പിന്നെ മെമ്പർമാരോ ആരും, വാർഡ് കൗൺസിലിനോട് കൗൺസിലർമാർ പോലും ഇതിനകത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തെങ്കിലും കാര്യം വിളിച്ച് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞങ്ങളിവിടെ ഇരുന്ന് ഈ തകരപ്പാട്ട അടിച്ചേക്കുന്നത്, അതിനകത്തിരുന്ന് വെന്ത് ഉരുവുക. ഈ ഇത്രയും ചൂടിനകത്ത് 40 ഡിഗ്രി ചൂടിനകത്ത് ഞങ്ങളിരിക്കുന്നത്. പുതിയ കെട്ടിടം വരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ കെട്ടിടം വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മാറിക്കൊടുത്തത്. അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിക്കൊടുക്കത്തില്ല. ഞങ്ങൾ മാറത്തില്ലെന്ന് പറഞ്ഞാൽ ഓണം വരെ ഞങ്ങൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും അത് അവർ താമസിച്ചില്ല. അതിപ്പോൾ തീട്ടക്കുഴിയായിട്ട് കിടക്കുക, മനുഷ്യൻ കാണാത്ത കണ്ടീഷനിൽ കിടക്കുക. അത് ഇവിടെ ഭരണകക്ഷിയും ചോദിക്കുന്നില്ല, പ്രതിപക്ഷവും ചോദിക്കുന്നില്ല, ആരും ചോദിക്കുന്നില്ല. ഞങ്ങളിവിടെ ഇപ്പം പിന്നെ ഒരു കോഴിക്കോടിനകത്ത് ഒരു മനുഷ്യൻ കയറുന്നില്ല, ഒരു കച്ചവടവും ഇല്ല. ആ താഴെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്നത് അവിടെ ഒന്നീ അവർ പണിയാൻ വേണ്ടി പൊളിക്കണമായിരുന്നു. ഞങ്ങളെ ഇങ്ങനെ കൊല്ലാൻ പൊളിക്കരുതായിരുന്നു.
ഞങ്ങളിങ്ങനെ കയറിയിരുന്ന് ഈ ഓടയിലായിരിക്കുന്നത്, ഈച്ചയും കൊതുവും ഓടയ്ക്കകത്ത് കയറിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ എളുപ്പം ഒരു 6 മാസം പറഞ്ഞതാണ്. എന്നാൽ നിങ്ങൾ പൊളിച്ചിട്ട് ഞങ്ങളെ എന്നാൽ അവിടെ ഇരുത്തുക, അല്ലെങ്കിൽ അല്ലാതെ ഇരുത്തുക. ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ നരയിക്കുക എന്ന് പറഞ്ഞാൽ ഇനി നരയിക്കാനൊന്നുമില്ല. തൊട്ടുപുറയിൽ ഇത് പിന്നെ പോരാങ്കിൽ കിട്ടിയ കച്ചവടക്കാർ കിട്ടും, അവരെ കയ്യിൽ നമ്മൾ ചീത്തയും പള്ളും കേട്ടുകൊണ്ട് വരണം ഇവിടെ ഇരിക്കാനും. മടുത്ത് ഈ വയ്യ, ഞങ്ങൾ ചൂട് കയറിയിട്ട് മരണപ്രളം തല്ലുക. ഇതിനകത്ത് ചൂടും എടുക്കുക, അല്ലെങ്കിൽ ഇവരൊന്നിട്ട് പൊളിച്ചിട്ട്. ഈ വാടക വല്ലവർ ചോദിക്കുന്നുണ്ടോ? വാടക ഇനിയിപ്പോൾ അടയ്ക്കും, വർഷം തോറും അവർ അടയ്ക്കുമല്ലേ. ഇനിയിപ്പോൾ അവർ ഇറങ്ങി മാർച്ചിലാണ് വാടക. ഇനിയിപ്പോൾ പുതുക്കുന്ന എപ്പോഴാണ് വരുന്നതെന്നും ഒന്നും നമുക്കറിയത്തില്ല. അത് വരുമ്പോൾ നമ്മൾ അടച്ചേ പറ്റും. കച്ചവടം തീരെ കുറവാണ്. എന്താണ്ട വെറ്റാണ്ടില്ലേ, വെറ്റി അതുപോലെ എല്ലാം ഉണങ്ങിക്കരിയ തീരെ കച്ചവടമില്ല. അത് കച്ചവടം ഇല്ലാതെ വരാൻ കാരണം എന്താ? ആളുകൾ വരുന്നില്ല, അതുകൊണ്ടാണ് കച്ചവടം ഇല്ലാത്തത്. ഈ ചൂട് കാരണം ആരും വരുന്നുമില്ല. ഇങ്ങോട്ട് മാറിയതിന് ശേഷം തീരെ ആളുകൾ വരുന്നില്ല. അപ്പുറത്തൊരു സ്ഥലമുണ്ടല്ലോ, നിങ്ങളെ മാറ്റിയ സ്ഥലമുണ്ട്, അത് പണി നടക്കും, അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അവിടെ നല്ല കച്ചവടമായിരുന്നു. അല്ല, ഇപ്പം അങ്ങനെ കിടക്കുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? കിടക്കുന്നത് അത് ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എല്ലാവരെയും ഇറക്കിപ്പിച്ചത്. ഇതുവരെ ശരിയാക്കുന്നതുമില്ല, ഒന്നുമില്ലാതെ അങ്ങനെ കിടക്കുക. എന്നത്തേക്ക് അത് പണിയൊന്ന് പ്രതീക്ഷിക്കുന്നു? അതൊന്നും പറയുന്നില്ല, ഉടനെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പണി വരുമ്പോഴല്ലേ നമുക്കറിയത്തുള്ളൂ. കൊട്ടാരക്കര മാർക്കറ്റ് താഴെ ആയിരുന്നു ഇരുന്നിരുന്നത്. അത് പൊളിച്ച് മാറ്റി 6 മാസത്തിനകത്ത് വെച്ച് ഞങ്ങളെ പണിയെടുത്ത് അപ്പുറത്ത് ഇരുത്താമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് 8 മാസമായിട്ട് പണിയും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇതിനകത്ത് ഇരിക്കുന്നവരൊക്കെ മുഴുവൻ പട്ടിണിയാണ്. ഇതിനൊരു നടപടി ഇതുവരെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇത്ര കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. റോഡിൽ നിന്ന് ഇനി ഈ മൂല ഇത്രേ സ്ഥലം കിടന്നെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറി വരത്തുമില്ല. ഒരു 100 രൂപ പോലും ഒരു ദിവസം വിൽക്കത്തില്ല. വലിയ പാടാണ്. അഥവാ ആരെങ്കിലും വന്നാൽ ഫ്രണ്ടിലുള്ളവർ അടുത്ത കടയിലോട്ട് പറഞ്ഞങ്ങ് വിടും. ഇവിടുന്ന് അവിടം വരെ സ്ഥലം കിടക്കുന്നു, ആൾ ഒഴിവ് കിടക്കുന്നു, കട അവിടെ അവധിയായിട്ട് കിടക്കുന്നു. ആ മുമ്പിലോട്ടങ്ങാണ് ഇരുത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വിറ്റുപോയേനെ. ഞങ്ങൾക്ക് സ്ഥലം മാറ്റി തരണം, ഇവിടെ ഇരുന്നത് കന്നിമൂലയാണെന്ന് ആൾക്കാർ പറയുന്നു. ഇനി അറ്റത്ത് ഈ മൂലയിൽ ഒരു മനുഷ്യന് കാണാനും ഒക്കില്ല, കേൾക്കാനും ഒക്കില്ല. ഒരു പക്ഷേ ആരെങ്കിലും വന്നൊന്ന് അന്വേഷിച്ച് കലക്കട ഏതാണെന്ന് ചോദിച്ചാൽ അടുത്തുള്ളവർ പറഞ്ഞ് അപ്പുറത്തപ്പുറത്ത് വിടും, അടുത്ത കടകളിലോട്ട് വിടും. അതുകൊണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആയിട്ട് ഇപ്പോൾ 6 മാസം ആയതേ ഉള്ളൂ താഴേന്ന് ഇവിടെ വന്നിട്ട്. അവിടെ 40 വർഷം കൊണ്ട് എൻ്റെ വീട്ടുകാരൻ മരിച്ചും പോയി. അവിടെ കച്ചവടമായിരുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നാൽ അടുത്ത കടയിലോട്ട് പറഞ്ഞു വിടും. ഈ കന്നിമൂലയെന്ന് പറയുന്ന ഒരു മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ വന്നിരിക്കും. വൈകിട്ട് പറക്കി കെട്ടിക്കൊണ്ട് പോകും. പിറ്റേന്ന് വീണ്ടും നേരം വെളുക്കുമ്പോൾ ഇവിടെ വന്നിരിക്കും.